അപ്പൊ എനിക്കൊന്നും നമ്മുടെ എല്ലാ സേനകൾക്കും ഉത്തരവാദിത്വമായി കഴിഞ്ഞു. അതെ, തീർച്ചയായിട്ടും. ആദ്യമേ തന്നെ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത 24 ഞങ്ങളുടെ എല്ലാ ആശംസകളും അറിയിക്കും. ഞങ്ങളുടെ ആഗ്രഹം എന്തോന്നറിയോ, എല്ലാവരും പുറത്തിറങ്ങണമെന്നുള്ള കാര്യം. ഇല്ലേ നമുക്ക് അകത്ത് കിടക്കാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും നമ്മളും ഇത് നമ്മുടെ എല്ലാ അവബോധ ക്ലാസ്സുകളിലും നമ്മൾ ഈ ലഹരി വിമുക്തത എന്നുള്ള ഒരു ക്യാമ്പയിൻ നമ്മൾ തീർച്ചയായിട്ടും നടത്തുന്നുണ്ട്. നിങ്ങളുടെ ശ്രദ്ധപ്പെടുന്നുണ്ടോ ഇതൊക്കെ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ ദിനം പ്രതി ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ കോളുകളിലും ഇതിന്റെ സ്വാധീനമുണ്ട്. കാരണം നമ്മളിപ്പോ വേനൽക്കാലം ആയാലും ഇപ്പൊ നമ്മൾ കാണുമ്പോൾ തന്നെ സ്കൂബ കോളുകൾ അധികം വർദ്ധിച്ചു വരികയാണ്, മുങ്ങി മരണങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ഒരു വില്ലനായിട്ട് വരുന്നത് ഇതുമായിട്ട് ബന്ധമുണ്ടോ ശരിക്കും? തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഫേസ് ചെയ്യുന്ന മിക്ക കേസുകളിലും നമ്മൾ ലോക്കലായിട്ട് അന്വേഷിക്കുമ്പോൾ അറിയുന്ന കാര്യങ്ങൾ, നന്നായി നീന്താൻ അറിയുന്നവർ തന്നെയാണ് ഇതിന്റെ അകത്ത് അകപ്പെടുന്നത്. ചെറിയ കുട്ടികളുമൊക്കെ അകപ്പെടുന്ന ഈ മുങ്ങിമരണം ഉണ്ടാകുന്നുണ്ടല്ലോ, അതിലെതിരൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ടോ? ചെറിയ കുട്ടികളെക്കാൾ ഉൾപ്പെടെ ഏതൊരു വ്യക്തിയും സ്വബോധത്തോടെ അല്ലാതെ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അപകട സാധ്യത കൂടുതൽ തന്നെയാണ്. അപ്പോ MDMA കഴിച്ചിട്ട് ഇറങ്ങിയ ആൾക്കാർ നിങ്ങളുടെ ശ്രദ്ധപ്പെടുന്നുണ്ടോ? മദ്യപിച്ച് ഇറങ്ങിയ ഒരുപാട് കേസുകൾ നമ്മുടെ ഇതിൽ വരാറുണ്ട്. പോക്കറ്റിയാകുമ്പോഴാണല്ലോ വെള്ളം ഒന്നും ഒരു പ്രശ്നമല്ലാന്ന് തോന്നുന്നത്. അതെ, അതിൽ വരുന്നൊരു ധൈര്യത്തിന്റെ ബേസിലാകാം. അപ്പൊ അത് നമ്മൾ പെട്ടെന്ന് അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ്. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇത് ബോധവൽക്കരണമാണ് പ്രധാനമായിട്ടും ഉള്ളത്. അത് നമ്മുടെ ഒരു ക്യാമ്പയിനത്തിന്റെ ഭാഗം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ യുവജനങ്ങൾക്ക് ഇതിൽ നിന്ന് അകന്നു നിൽക്കാനായിട്ട് നമ്മുടെ അവിടെ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടി നമ്മൾ ഒരുക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് കേരള സിവിൽ ഡിഫൻസ് എന്ന രൂപേണ നമ്മുടെ വോളണ്ടിയർ വിംഗ് ആയിട്ട് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന് വോളണ്ടിയർ വിംഗ് ഉണ്ട്. 18-നും 60-നും വയസ്സിന് ഇടയിലുള്ള ഏതൊരു വ്യക്തിക്കും ഏതൊരു അടിയന്തര സാഹചര്യത്തിനും സമൂഹത്തെ സേവിക്കാനുള്ള രീതിയിൽ 15 ദിവസത്തെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണത്. ഏതൊരു വ്യക്തിക്കും തൊട്ടടുത്തുള്ള ഫയർ സ്റ്റേഷനിൽ ആ പേര് രജിസ്റ്റർ ചെയ്ത് സിവിൽ ഡിഫൻസിന്റെ ഭാഗമാകാം. അങ്ങനെ സേവനം തന്നെ ഒരു ലഹരിയാക്കി മാറ്റി കഴിഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഇതിന്റെ അകത്തുള്ളൂ എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം.